everyone, welcome to Elan Institutions. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 അക്കൗണ്ടിങ്ങിൽ എക്സാമിനേഷന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്നുള്ളത്. ഓക്കെ, നമ്പർ 1 റിലയബിലിറ്റി ആണ്. റിലയബിലിറ്റി, ദാറ്റ് മീൻസ് the accounting information we provide are reliable. അത് റിലയബിൾ ആയിരിക്കണം, വിശ്വാസയോഗ്യമായിരിക്കണം, വിച്ച് മീൻസ് ഫ്രീ ഫ്രം എറേഴ്സ് ആൻഡ് ബയാസ്. അതിനകത്ത് എറേഴ്സ് ഉണ്ടാവാൻ പാടില്ല, മിസ്റ്റേക്സ് ഉണ്ടാവാൻ പാടില്ല, അതേപോലെ ബയാസ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അക്കൗണ്ടൻറ്റിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരമല്ല നമ്മൾ ഡാറ്റ കൊടുക്കേണ്ടത്. ആക്ച്വൽ ഡാറ്റ എന്താണോ, റിയൽ ഡാറ്റ എന്താണോ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എപ്പോഴും റിലയബിൾ ആയിരിക്കണം, വിശ്വാസയോഗ്യമായിരിക്കണം, ആൻഡ് ഇറ്റ് ഷുഡ് ബി വെരിഫയബിൾ. റിലയബിൾ ആവണമെങ്കിൽ അത് മറ്റൊരാൾക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി കൂടി പറ്റണം. അപ്പോൾ മറ്റൊരാൾ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡാറ്റ തെളിവുകളൊക്കെ വെച്ചിട്ട് മറ്റൊരാൾക്ക് അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി കൂടി പറ്റണം. സോ അത് ഫ്രീ ഫ്രം എറേഴ്സ് ആയിരിക്കണം, ബയാസ്ഡ് ആവാൻ വേണ്ടി പാടില്ല, വെരിഫയബിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡാറ്റയെ റിലയബിൾ ആണെന്ന് വിളിക്കാം. സോ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് എപ്പോഴും എന്തായിരിക്കണം, റിലയബിൾ ആയിരിക്കണം. ആ വേർഡ് ഓർത്ത് വെക്കുക, റിലയബിൾ. ദ നെക്സ്റ്റ് വൺ റെലവൻസ് ആണ്. നമ്മുടെ അക്കൗണ്ടിങ് ഡാറ്റ ഷുഡ് ബി റെലവൻറ്റ് ടു മേക്ക് ഡിസിഷൻസ്. നമുക്കറിയാം അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് എപ്പോഴും മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട് അല്ലേ. സോ അവർക്ക് ആ ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ടൈമിൽ നമുക്ക് ഡാറ്റ കൊടുക്കാൻ വേണ്ടി പറ്റണം, പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ ഓൺ ടൈമിൽ ആ ഡാറ്റ നമ്മൾ അവരിലേക്ക് എത്തിക്കണം, മാനേജ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യണം. സോ റെലവൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, പ്രാധാന്യമുള്ളതായിരിക്കണം. നമുക്ക് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ ആവശ്യമായ ഡാറ്റ അക്കൗണ്ടൻറ്റിന് കൊടുക്കാൻ വേണ്ടി പറ്റണം. സോ റിലയബിൾ ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം. വളരെ പ്രധാനപ്പെട്ട 2 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ. 2 എണ്ണം കൂടിയുണ്ട്. നമുക്ക് അടുത്ത 2 പോയിൻറ്റും കൂടി നോക്കാം. ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. നമ്മുടെ ഡാറ്റ അണ്ടർസ്റ്റാൻഡബിൾ ടു ഓൾ യൂസേഴ്സ്. എല്ലാ യൂസേഴ്സിനും നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഉപയോക്താക്കൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ യൂസ് ചെയ്യുക എന്നുള്ളത്. അവർക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ, ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഡാറ്റകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ എന്താണോ അക്കൗണ്ടൻറ്റ് ഉദ്ദേശിച്ചത് അതേ കാര്യം തന്നെ അപ്പുറത്ത് യൂസേഴ്സിനും കമ്മ്യൂണിക്കേറ്റ് ആവണം. ഓക്കെ, സോ ദ ഡാറ്റ ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ ടു ഓൾ യൂസേഴ്സ്. 3-ാമത്തെ പോയിന്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി ഉണ്ടായിരിക്കണം നമ്മുടെ ഡാറ്റയ്ക്ക്. ദെൻ 4-ാമത്തെ പോയിന്റ് കമ്പയറബിലിറ്റി ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ദ ഡാറ്റ ഷുഡ് ബി കമ്പയറബിൾ. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളിവിടെ 2 ഫേംസ് ഉണ്ടെന്ന് വിചാരിക്കുക. എ എന്ന ഫേം ഉണ്ട്, ബി എന്ന ഫേം ഉണ്ട്, 2 സ്ഥാപനങ്ങളുണ്ട്. സോ ഈ 2 സ്ഥാപനങ്ങളുടെയും അക്കൗണ്ടിങ് ഡാറ്റകൾ നമുക്ക് പരസ്പരം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റണം. ഇത് കമ്പയർ ചെയ്തിട്ട് നമുക്ക് എ ആണോ മികച്ച സ്ഥാപനം അല്ലെങ്കിൽ ബി ആണോ എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റണം. സോ ഡാറ്റ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റണം. ഇവിടെ നമുക്ക് 2 ഫേമിനെ കമ്പയർ ചെയ്യാൻ പറ്റണം, അതേപോലെ നമുക്ക് 2 ഇയറിലെ ഡാറ്റയും കമ്പയർ ചെയ്യാൻ പറ്റണം. എക്സാമ്പിളായിട്ട് 2023 ഡാറ്റയും 2024 ഡാറ്റയും തന്നു കഴിഞ്ഞാൽ നമുക്കത് പരസ്പരം കമ്പയർ ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിളായിട്ട് 2023 സെയിൽസും 24 സെയിൽസും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ അത് ഡിസിഷൻ മേക്കിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. സോ കമ്പയറബിൾ ആയിരിക്കണം, കമ്പയറബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട 4 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് കമ്പയറബിലിറ്റി. ഇത് ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. നമ്മുടെ എക്സാമിനേഷന് എന്തായാലും ചോദിക്കും. എല്ലാ ആളുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ മാർക്ക് ഒരിക്കലും മിസ് ചെയ്യരുത്. ഓക്കെ, സോ നമുക്ക് ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ടും അതേപോലെ സിമ്പിൾ നോട്ട്, ക്വിക്ക് നോട്ട്സ്, ഫ്ലാഷ് കാർഡ്സ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ +1 എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്തും ഫസ്റ്റ് കമൻറ്റിനകത്തും വെക്കുന്നുണ്ട്. ഓക്കെ.